അവിടെ ബിഗ് ബോസിന്റെ സ്മാർട്ട് പ്ലേ, അതായത് ഇന്നലത്തെ ഫസ്റ്റ് വീക്കിലെ ഇതില് അനീഷിനെ പുറത്താക്കാൻ പറ്റില്ല, ക്യാപ്റ്റൻ ആയിരുന്നു. എല്ലാവരും എതിരാണ്, ടീം മൊത്തം അനീഷിനെ പുറത്താക്കിയിരിക്കും. ഏറ്റവും കൂടുതൽ വോട്ട് ഒഴികെ അനീഷ് ആയിരിക്കും ടോപ്പ് ലിസ്റ്റിൽ വരുന്നത്. മാത്രമല്ല പുറത്തും പുള്ളിക്ക് ഹെയ്റ്റ് ആണ്. കാരണം പുള്ളി ഒരു ഗെയിമിന്റെ ലെവലിലേക്ക് എത്തി, ആൾക്കാർ ഇതിനെ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. ഈ വീക്കിൽ എങ്ങനെ അനീഷ് വന്നാലും അനീഷിനെ പുറത്താക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഈ ആൾക്കാര് പുള്ളിക്കെതിരെ ആളുടെ ഹെയ്റ്റ് കൊണ്ട് ചിലപ്പോൾ ഒരു വോട്ടും വന്നെ. എല്ലാവരും വിചാരിച്ചതിന് ബിഗ് ബോസ് കള്ളക്കളിയാണ് എന്ന് വിചാരിച്ചതിന് നോമിനേഷൻ ലിസ്റ്റിൽ പുള്ളിക്കാരൻ വരികയും പുറത്താകാതിരിക്കുകയും ചെയ്ത. സോ സ്മാർട്ട് പ്ലേ മിഡ് വീക്ക് എവിക്ഷൻ കൊടുത്ത് എല്ലാവരും അനീഷിനെ നോമിനേറ്റ് ചെയ്തു. അനീഷ് ടോപ്പിൽ വന്ന് മിഡ് വീക്ക് എവിക്ഷനകത്ത് വന്നു, വീക്കെൻഡ് എവിക്ഷനിൽ ഒഴിവായി. അപ്പോൾ ഒരൊറ്റ സ്മാർട്ട് പ്ലേ, ഈ സെക്കൻഡ് വീക്ക് അനീഷ് ഉണ്ടാവും, തേർഡ് വീക്കും ഉണ്ടാവും. കാരണം എന്താ, മിഡ് വീക്ക് എവിക്ഷനിൽ നിന്ന് പുറത്താവത്തില്ലെന്ന്. സത്യം പറഞ്ഞാൽ രേണുസുദ്ധിക്കും അനീഷിനും രണ്ടുപേരും പുറത്താവേണ്ടവരെ ബിഗ് ബോസ് സേവ് ചെയ്തത്. അത് ഏറ്റവും സ്മാർട്ട് പ്ലേ കളിച്ച ബിഗ് ബോസ് ആണ്. ഇതൊരു അലഗേഷൻ ആണ് സത്യം പറഞ്ഞത്. ബിബി ഇങ്ങനെ ഫേവറിറ്റിസം കാണിക്കുന്നു. ഇപ്പൊ അനീസിക്ക് പറഞ്ഞ പോലെ ഈ രണ്ടുപേരും സെലക്ടഡ് ആയില്ലെങ്കിൽ, ഈ സസ്പെൻഡ് ആയില്ല എന്നുണ്ടെങ്കിൽ അവർ വീക്കെൻഡിലേക്ക് എന്തായാലും ഇതായേനെ. അല്ല, ഇവർ രണ്ടുപേരും ഇനിയിപ്പോൾ ആയാലും ഇല്ലെങ്കിലും ഇവരെ നമുക്ക് ഈ ആഴ്ചത്തെ നോമിനേഷൻ പ്രോസസ്സിലേ തുടരാൻ പറ്റത്തില്ല. ഇവരെ വോട്ടിനിടണ്ട. സോ ദാറ്റ് അവർക്ക് ഈ ഒരു വീക്ക് കിട്ടും, അവർക്ക് ആദ്യം ഉണ്ടായിരുന്ന നെഗറ്റീവ്സം മാറ്റി. നല്ല ഒബ്സർവേഷൻ. കൊള്ളാം, നല്ല